നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന് സമാപനമായി. കുട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച ജില്ലയിലെ 13 കേന്ദ്രങ്ങളിലായി നടക്കും. ജില്ലയിലുള്ളത് 2283 പോളിംഗ് ബൂത്തുകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് ശബ്ദ പ്രചാരണത്തിന് സമാപനമായി. കുട്ടിക്കലാശം മുന്നണികളുടെ ശക്തി പ്രകടനമായി മാറി. റോഡ് ഷോയോടുകൂടി ആർപ്പുവിളികളും ആരവങ്ങളും വാദ്യമേളങ്ങളോടുകൂടിയുള്ള ഉത്സവ പ്രതീതി ഉണർത്തിയാണ് പരസ്യപ്രചാരണം കുട്ടിക്കലാശിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ രാജാജി മാത്യു തോമസിന്റെയും ടി.എൻ. പ്രതാപന്റെയും കുട്ടിക്കലാശം ചാവക്കാടായിരുന്നു. എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണം തൃശൂരിൽ കുട്ടിക്കലാശിച്ചു. ചാവക്കാട് നടന്ന കുട്ടിക്കലാശം ആവേശക്കടലായി മാറി. തൃശൂർ മണ്ഡലം LDF UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിനാണ് ചാവക്കാട് വേദിയായത്. പ്രചാരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ചാവക്കാട് നഗരം ജനനിബിഡമായിരുന്നു. കുട്ടിക്കലാശം കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ നഗരത്തിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു. ഓരോ മുന്നണികൾക്കും പ്രത്യേകം സ്ഥലം നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവസാനം എത്തിയപ്പോൾ അതിരുകളില്ലാതായി. പുതിയ പാലം കടന്ന UDF പ്രവർത്തകരും ചേറ്റുവാർ റോഡിലൂടെ LDF പ്രവർത്തകരും ഒഴുകിയെത്തി. UDF സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനാണ് ആദ്യം തുറന്ന വാഹനത്തിൽ ടൗണിലെത്തിയത്. പിന്നീട് പ്രകടനത്തോടെ തുറന്ന വാഹനത്തിൽ ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് എത്തി. വാഹനങ്ങൾക്ക് മുകളിൽ കയറി ഇരു സ്ഥാനാർത്ഥികളും കൊടികൾ വീശിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. പതാകകൾ വീശിയും ഇരു സ്ഥാനാർത്ഥികളും വാഹനത്തിനു മുകളിൽ കയറി നൃത്തം വെച്ചു. കൃത്യം 6 മണിക്ക് തന്നെ പരസ്യപ്രചാരണം അവസാനിച്ചതോടെ നഗരത്തിൽ മണിക്കൂറുകൾ മുഴങ്ങിയ ആരവമൊടുങ്ങി. പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന LDF UDF NDA മുന്നണികളുടെ കുട്ടിക്കലാശം ആവേശമായി മാറി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കൊട്ടിക്കലാശം തൃശൂരിലാണ് നടന്നത്. ശക്തി പ്രകടനം കോർപ്പറേഷന് മുന്നിൽ കൊട്ടിക്കലാശിച്ചു. സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധിക, മകൻ ഗോകുൽ, BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, ടോം വടക്കൻ എന്നിവരും ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശത്തിനിടെ സുരേഷ് ഗോപിയും മകൻ ഗോകുലും നൃത്തം ചെയ്യുകയുണ്ടായി. LDF തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. പൂക്കാവടികൾ, കരകാട്ടം, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച UDFന്റെ കൊട്ടിക്കലാശം നടുവിലാലിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിതോരണങ്ങളുമായി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. മുൻ MLA-മാരായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, IP പോൾ, രാജൻ J. പല്ലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. 3 മുന്നണികളും കുന്നംകുളം നഗരഹൃദയത്തിൽ കേന്ദ്രീകരിച്ചതോടെ ആവേശം കടലോളമായി. LDF പ്രവർത്തകർ വടക്കാഞ്ചേരി റോഡിൽ കേന്ദ്രീകരിച്ചു. NDA പ്രവർത്തകർ ഗുരുവായൂർ റോഡിലും UDF പ്രവർത്തകർ പട്ടാമ്പി റോഡിലും കേന്ദ്രീകരിച്ചു. സമാപന വേളയിൽ LDF സ്ഥാനാർത്ഥി PK ബിജുവും എത്തി. മന്ത്രി AC മൊയ്തീൻ, TK വാസു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. UDF കലാശക്കൊട്ടിന് K. ജയശങ്കർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, KC ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി TA ബാബുവിനൊപ്പം BJP നേതാക്കളായ അഡ്വക്കേറ്റ് K. അനീഷ് കുമാർ, രാജേഷ് ചന്ദ്രൻ, K. മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂരിലെ കലാശക്കൊട്ടിലാണ് പങ്കെടുത്തത്. TCV ന്യൂസ്, കുന്നംകുളം. ചാലക്കുടിയിൽ നടന്ന കുട്ടിക്കലാശം വീറും വാശിയുമുള്ളതായി മാറി. ട്രങ്ക് റോഡ് ജംഗ്ഷനിലായിരുന്നു മുന്നണികൾ തങ്ങളുടെ ശക്തി വിളിച്ചറിയിച്ചത്. ആയിരങ്ങളാണ് 3 മുന്നണികൾക്കുമായി കലാശക്കൊട്ടിനെത്തിയത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കേന്ദ്രസേനയടക്കം സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു.
സ്ഥാനാർത്ഥികളായ ഇന്നസെന്റ്, ബെന്നി ബെഹന്നാൻ എന്നിവർ പ്രവർത്തകരുടെ ഇടയിലെത്തി. എന്നാൽ NDAയുടെ സ്ഥാനാർത്ഥി പങ്കെടുത്ത കലാശക്കൊട്ട് ആലുവയിലായിരുന്നു സംഘടിപ്പിച്ചത്. LDFന് റെയിൽവേ സ്റ്റേഷൻ റോഡും UDFന് ടൗൺഹാൾ റോഡുമാണ് അനുവദിച്ചത്. ആനമല റോഡായിരുന്നു NDAക്ക്. TCV ന്യൂസ്, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച ജില്ലയിലെ 13 കേന്ദ്രങ്ങളിലായി നടക്കും. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിതരണം ചെയ്യും. കുന്നംകുളം മണ്ഡലത്തിലേത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും, ഗുരുവായൂർ മണ്ഡലത്തിലേത് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, മണലൂർ മണ്ഡലത്തിലേത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലും, പുതുക്കാട് മണ്ഡലത്തിലേത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിലും, കയ്പമംഗലം മണ്ഡലത്തിലേത് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലും, ഇരിങ്ങാലക്കുട മണ്ഡലത്തിലേത് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിലും, ചാലക്കുടിയിലേത് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, കൊടുങ്ങല്ലൂരിലേത് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിതരണം ചെയ്യുക. വടക്കാഞ്ചേരി, നാട്ടിക, തൃശൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിതരണം ചെയ്യുക. പോളിംഗ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT മെഷീനും എത്തിക്കുക ഈ കേന്ദ്രങ്ങളിൽ തന്നെയാണ്. തൃശൂർ മണ്ഡലത്തിലെ വോട്ട് മാത്രമാണ് ജില്ലയിൽ എണ്ണുക. ചാലക്കുടിയിലേത് എറണാകുളത്തും ആലത്തൂരിലേത് പാലക്കാട്ടുമാണ് വോട്ടെണ്ണുക. TCV ന്യൂസ്, തൃശൂർ. വോട്ടെടുപ്പിന് ഒരു ദിനം മാത്രം മുന്നിൽ നിൽക്കെ വിധി നിർണയത്തിനായി ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 8 സ്ഥാനാർത്ഥികളാണുള്ളത്. ആലത്തൂരിൽ 6ഉം ചാലക്കുടിയിൽ 9 പേരുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ചാലക്കുടിയിലെ 3ഉം ആലത്തൂരിലെ 3ഉം ഉൾപ്പെടെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ജില്ലയിൽ വിധി നിർണയിക്കുക. 24,76,393 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 11,71,11 പുരുഷ വോട്ടർമാരും 12,65,356 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം 13,36,399 ആണ്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലായി 5,71,385 വോട്ടർമാരുണ്ട്. കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലായി 5,28,609 വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ 76,811 പുതിയ വോട്ടർമാരുണ്ട്. ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം 2,283 ആണ്. ന്യൂസ് ഡെസ്ക്, TCV. തെരഞ്ഞെടുപ്പിന് ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പുകളുടെ വിതരണം പൂർത്തിയായി. വോട്ടേഴ്സ് സ്ലിപ്പ് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാനാകില്ല. 12 രേഖകളാണ് തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കാനാകുക. വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സർവീസ് തിരിച്ചറിയൽ രേഖ, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നൽകുന്ന സ്മാർട്ട് കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ കാർഡ്, MP, MLA മാർക്കുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് എന്നിവയാണ് 12 തിരിച്ചറിയൽ രേഖകൾ. ന്യൂസ് ഡെസ്ക്, TCV. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രിയിൽ മലയോര മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴകളിലും ചാലുകളിലും വെള്ളക്കെട്ടിലും മഴയത്ത് ഇറങ്ങരുതെന്നും മരങ്ങൾക്ക് താഴെ വാഹനം പാർക്ക് ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കിയ വിശുദ്ധ വാരാചരണത്തിന്റെ സമാപനം കൂടിയായാണ് ഉയർപ്പ് തിരുനാളായി ഈസ്റ്റർ ആഘോഷിച്ചത്. ഈസ്റ്ററിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസിലിക്കയിലെ ദിവ്യബലിക്ക് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർത്തമറിയം വലിയ പള്ളിയിൽ പുലർച്ചെ നടന്ന ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് മാർ അപ്രൈം മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ കാർമ്മികരായി. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ,
അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. ആലത്തൂരിൽ കല്ലേറിൽ UDF സ്ഥാനാർത്ഥിക്ക് പരിക്ക്. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനാണ് കല്ലേറിൽ പരിക്കേറ്റത്. കൂടെയുണ്ടായിരുന്ന MLA അനിൽ അക്കരയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടിക്കലാശത്തിനിടെയാണ് കല്ലേറുണ്ടായത്. ഇന്ത്യയിൽ NDA ഭരണം തുടരുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭൂരിപക്ഷം നേടുക BJP തന്നെയെന്നും NDAയ്ക്ക് ബദലാകുവാൻ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SNDP യോഗം തലപ്പള്ളി യൂണിയൻ ശ്രീനാരായണ ഹാൾ സമർപ്പണത്തിന്റെയും യൂണിയൻ കേന്ദ്ര കാര്യാലയത്തിന്റെയും ഉദ്ഘാടനത്തിനെത്തിയതിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വിശ്വാസ സമൂഹമുള്ള ഇടങ്ങളിൽ പ്രതിഫലിക്കുമെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി ശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പലരും പല അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരും. എന്നാൽ അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി ജനങ്ങൾ തന്നെ വിധിയെഴുതുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗത്തിൽ നടത്തിയ ശബരിമല വിഷയ പരാമർശത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉത്തരവിട്ടു. മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി കരിയന്നൂരിൽ നടത്തിയ യോഗത്തിലാണ് ഉമ്മൻചാണ്ടി ശബരിമല വിഷയം പരാമർശിച്ചത്. ശബരിമല വിഷയത്തിൽ UDFന്റെ നിലപാടായിരുന്നു ശരിയെന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്നും ആയിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ. ചട്ടലംഘനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ മാതൃകാ പെരുമാറ്റച്ചട്ട വിഭാഗം ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ അസിസ്റ്റന്റ് കളക്ടറുമായ പ്രേംകൃഷ്ണനാണ് ഉത്തരവിട്ടത്. ചാവക്കാട് കൊട്ടിക്കലാശത്തിനിടെ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. പോലീസ് 3 തവണ ലാത്തി വീശി. ഇടതിനും വലതിനും വ്യത്യസ്ത സ്ഥലമാണ് കൊട്ടിക്കലാശത്തിന് നൽകിയതെങ്കിലും ഇരു പാർട്ടികളും നഗരത്തിലെത്തുകയായിരുന്നു. പ്രവർത്തകർ ട്രാഫിക് ഐലൻഡിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. കമ്മീഷണർ യതീഷ് ചന്ദ്രയും നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി. ജനവിധി 2019. പോളിംഗ് ബൂത്തിലെ നടപടിക്രമങ്ങൾ ഇങ്ങനെ. ഒന്നാം പോളിംഗ് ഉദ്യോഗസ്ഥനാണ് വോട്ടറെ തിരിച്ചറിയുന്ന വോട്ടർ പട്ടിക കൈവശം വയ്ക്കുന്നത്. പോളിംഗ് ബൂത്തിലെത്തുന്ന സംവിധായകൻ ആദ്യമെത്തുന്നത് ഒന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്കാണ്. ഇദ്ദേഹം വോട്ടറെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് വോട്ടിംഗിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥനാണ് സംവിധായകന്റെ ഇടതുകൈയിലെ ചൂണ്ടാണിവിരലിൽ മഷി തേക്കുന്നത്. നഖത്തിന് മുകളിൽ നിന്ന് താഴേക്കാണ് മഷി പുരട്ടുക. ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് സംവിധാന പട്ടികയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. മൂന്നാം പോളിംഗ് ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ ചുമതല നിർവഹിക്കുന്നത്. രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥൻ നൽകുന്ന വോട്ടർ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംവിധായകരെ വോട്ട് ചെയ്യിക്കുന്നത് മൂന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. മഷി കയ്യിൽ പുരട്ടിയിട്ടുണ്ടോ എന്നും ഈ ഉദ്യോഗസ്ഥൻ നിരീക്ഷിക്കും. മൂന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ മേശയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടണിൽ അമർത്തിയ ശേഷം വോട്ടർക്ക് വോട്ട് യന്ത്രം സജ്ജീകരിച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റിലെത്തി വോട്ട് ചെയ്ത് വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കാം. TCV ന്യൂസ്, തൃശൂർ. പോളിംഗ് സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിൽ ആയുധങ്ങളുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. ഇതുപ്രകാരം പോളിംഗ് ബൂത്തുകളുടെ 100 മീറ്റർ പരിധിക്കുള്ളിൽ ആയുധവുമായി പ്രവേശിക്കുകയോ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടർമാർക്ക് ആരുടെയും പ്രേരണയോ ഭീഷണിയോ കൂടാതെ വോട്ട് രേഖപ്പെടുത്താനാണിത്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആയുധം കൈവശം വയ്ക്കാം. വരണാധികാരി, പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവരോടൊപ്പമുള്ള സേനാംഗങ്ങളിൽ അനുവദിക്കപ്പെട്ടവർക്ക് മാത്രം ആയുധം കൈവശം വെച്ച് പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ആയുധം കണ്ടുകെട്ടുകയും ചെയ്യും. സഹകരണ ബാങ്കുകൾ നൽകുന്ന പാസ്ബുക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു. പരസഹായമില്ലാതെ നടക്കുന്നതിന് പ്രയാസമുണ്ട്. എങ്കിലും വോട്ട് ചെയ്തിരിക്കും വാലുങ്ങാമുറിയിലെ കാരണവർ. 106 വയസ്സുണ്ട് വറുതുണ്ണിക്ക്. പരസഹായമില്ലാതെ നടക്കുന്നതിന് പ്രയാസമുണ്ടെങ്കിലും വോട്ട് ചെയ്തിരിക്കും വാലുങ്ങാമുറിയിലെ കാരണവർ. 106 വയസ്സ് പിന്നിടുന്ന കൊരട്ടിക്കാരുടെ മുത്തശ്ശൻ വോട്ട് ചെയ്യലിൽ ശതാഭിഷേകവും താണ്ടിയ കണ്ടംകുളത്തെ വറുതുണ്ണിക്ക് നടക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ അല്പം പ്രയാസം. വോട്ട് എങ്ങനെ, ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പനമ്പിള്ളി ഗോവിന്ദമേനോൻ മത്സരിച്ച കാലഘട്ടം മുതൽ കൈവിരലിൽ മഷി പുരട്ടി തുടങ്ങിയ ജനാധിപത്യ പ്രക്രിയയിൽ ഇന്നും മാറ്റമില്ല. പിതാവ് ഔസേപ്പായിരുന്നു.
തറവാട്ട് വീട്ടിൽ വെച്ച് മകൻ വറുതുണ്ണിയെ പനമ്പിള്ളിക്ക് പരിചയപ്പെടുത്തിയത്. 4ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിയ വറുതുണ്ണി നേരെ ഇറങ്ങിയത് കൃഷിയിടത്തിലേക്ക്. ഇഞ്ചിപ്പുൽ കൃഷിയായിരുന്നു മുഖ്യ തൊഴിൽ. വാറ്റിയെടുത്ത ഇഞ്ചിപ്പുൽ തൈലം കാൽനടയായി വിൽപ്പന നടത്തിയ കാലം, കൃഷിയിടങ്ങൾ ഉഴുതുമറിച്ചതും കൊയ്ത്തുകാലവുമെല്ലാം വീണ്ടും ചികിയുമ്പോൾ വറുതുണ്ണിയുടെ മുഖത്ത് മ്ലാനത തളം കെട്ടി. 99-ലെ മഹാപ്രളയവും 1962-ലെ വലിയ വെള്ളപ്പൊക്കവും മറികടന്ന ഇദ്ദേഹത്തിനെ പക്ഷേ ഇത്തവണ പ്രളയം ബാധിച്ചില്ല. ഇളയ മകൻ വർഗീസിന്റെ കൂടെയാണ് ഇപ്പോൾ വറുതുണ്ണിയുടെ താമസം. ജീവിതശൈലി രോഗങ്ങളൊന്നും എത്തി നോക്കിയിട്ടില്ല. കാഴ്ചയ്ക്കും തകരാറില്ല. കണ്ണടയില്ലാതെ പത്രം വായിക്കും. 4കെട്ട് സ്കൂളിലെ ബൂത്തിൽ ഇക്കുറിയും നേരത്തെയെത്തി വോട്ട് ചെയ്യണമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാരുടെ സ്വന്തം അപ്പൂപ്പൻ. TCV ന്യൂസ്, ചാലക്കുടി. വോട്ടെടുപ്പ് ദിവസം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി പോളിംഗ് ബൂത്തുകൾക്ക് സമീപവും രാഷ്ട്രീയ കക്ഷികൾ നിർമ്മിച്ചിട്ടുള്ള ക്യാമ്പുകൾക്ക് സമീപവും അനാവശ്യമായ ആൾക്കൂട്ടം ഒഴിവാക്കണം. സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ ആർഭാടരഹിതമാണെന്ന് ഉറപ്പുവരുത്തണം. ചുമർ പരസ്യങ്ങളോ കൊടികളോ ചിഹ്നങ്ങളോ മറ്റ് പ്രചരണ വസ്തുക്കളോ പ്രദർശിപ്പിക്കരുത്. ക്യാമ്പുകളിൽ ആഹാരപദാർത്ഥങ്ങൾ വിതരണം നടത്താനോ ആൾക്കൂട്ടം അനുവദിക്കാനോ പാടില്ല. വോട്ടെടുപ്പ് ദിവസം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് പെർമിറ്റ് വാങ്ങി അതത് വാഹനങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. സമ്മതിദായകർ ഒഴികെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാനുസൃത പാസില്ലാതെ ആരും പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 2019 ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അധീനതയിൽ വരുന്ന ഇരിങ്ങാലക്കുട, ചാലക്കുടി പോലീസ് സബ് ഡിവിഷനുകളിൽ സുരക്ഷ ശക്തമാക്കി. തൃശൂർ റൂറൽ ജില്ലയെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, പുതുക്കാട് എന്നിങ്ങനെ 4 ഇലക്ഷൻ സബ് ഡിവിഷനാക്കിയാണ് തിരിച്ചിട്ടുള്ളത്. 1132 ബൂത്തുകളുടെ പരിധികളിൽ സഞ്ചരിക്കുന്നതിനായി 63 ഗ്രൂപ്പ് പട്രോളിംഗ് വാഹനങ്ങളിലായി 189 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ ആവശ്യമുള്ള 28 ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 4 കേന്ദ്ര സേനാംഗങ്ങളെ വീതം നിയോഗിച്ചിട്ടുണ്ട്. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. നിൻ കണ്ണിൽ ഞാനെന്നും കാണാൻ കൊതിച്ചതും നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. കരുവന്നൂർ പുതിയ പാലത്തിൽ വിള്ളലുകൾ ആശങ്കയുയർത്തുന്നു. 2 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ പ്രധാന പാലമായ കരുവന്നൂർ പാലത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടത് യാത്രികരെ ആശങ്കയിലാഴ്ത്തുന്നു. പാലത്തിന്റെ നടുവിലായി തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബീമുകൾക്കിടയിലാണ് വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിന്റെ അടിവശം കാണാവുന്ന തരത്തിൽ ദിനംപ്രതി വിള്ളലിന്റെ വലിപ്പം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ ഗതാഗത മാർഗം സുഗമമാക്കുവാൻ ബ്രിട്ടീഷുകാർ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പഴയ പാലം ദുർബലമായപ്പോൾ 2003 ജൂലൈ 18 പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2005 മാർച്ച് 8 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MK മുനീർ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 14 വർഷത്തിനിപ്പുറവും പാലത്തിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. പാലത്തിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് സംവിധാനവും നടപ്പാതകളും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രീതിയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മറ്റും നീക്കം ചെയ്യാത്തതിനാൽ ഡ്രൈനേജിലേക്കുള്ള ഓവുകൾ എല്ലാം അടഞ്ഞ നിലയിലാണ്. പാലത്തിൽ ഇടയ്ക്കിടെ പരസ്യ ബോർഡുകളും കൊടിത്തോരണങ്ങളും സ്ഥാപിക്കുമെന്നല്ലാതെ
തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പൊളിച്ചുമാറ്റാതെ നിർത്തിയിട്ടുള്ള പഴയ പാലത്തിലും പാലത്തിനടിയിലും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതിന് ഇത് കാരണമാകുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. 2 പതിറ്റാണ്ടുകാലത്തിന്റെ കാത്തിരിപ്പിന്റെ കഥയാണ് തീരദേശവാസികൾക്ക് അഴീക്കോട് മുനമ്പം പാലം. വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒഴിവാക്കാനാകാത്ത വാക്കാണ് അഴീക്കോട് മുനമ്പം പാലം എന്നത്. 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഭരിക്കുന്നവർക്ക് തലവേദനയും പ്രതിപക്ഷത്തിന് ആയുധവുമാണ് ഇത്. വെള്ളത്തിൽ വരച്ച വര കണക്കെ പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി പോകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാട് കണ്ടത്. ഒന്നിലധികം തവണ തറക്കല്ലിട്ട പാലം യാഥാർത്ഥ്യമാകാൻ ഇനിയും കടമ്പകളേറെ കടക്കേണ്ടതുണ്ട്. തീരമേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന അഴീക്കോട് മുനമ്പം പാലത്തിനായി കാത്തിരുന്ന് മടുത്ത നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരം നടത്തി വരികയാണ്. എന്നാൽ 1 വർഷത്തിനകം പാലം നിർമ്മാണം ആരംഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സ്ഥലം MLA E.T. ടൈസൺ പാലത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 14.61 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞുവെന്നതാണ് ഈ വിഷയത്തിലെ പ്രതീക്ഷ. ഇതിൻ്റെ പാലം നിർമ്മാണത്തിന് 160 കോടി രൂപയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അവസാനം വല്ല എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചൊക്കെ വന്നാലും അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. എമൗണ്ട് സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. കിഫ്ബിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, കേരളത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ അഴീക്കോട് മുനമ്പം പാലം. പാലം പണിയുന്നതിനായി തൃശൂർ, എറണാകുളം ജില്ലകളിലായി 1.14 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതായുണ്ട്. 2003 അഴീക്കോട് മുനമ്പം പാലത്തിന് ബഡ്ജറ്റിൽ ടോക്കൺ തുക വകയിരുത്തിയിരിക്കുന്നത്. പ്രാഥമിക സർവേയും മണ്ണ് പരിശോധനയും നടന്നുവെങ്കിലും പാലം നിർമ്മാണത്തിന് പണം അനുവദിക്കാൻ പിന്നെയും കാലമേറെ വേണ്ടി വന്നു. പാലത്തിന്റെ നിർമ്മാണത്തിനായി 160 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തുറമുഖത്തോട് ചേർന്ന് നിർമ്മിക്കുന്നതിനാൽ പാലത്തിന് തുറമുഖ വകുപ്പിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഈയിടെയാണ് അനുമതി ലഭിച്ചത്. 2011 പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നിരുന്നു. എന്നാൽ നടപടി കല്ലിടലിൽ ഒതുങ്ങി. വീണ്ടുമൊരിക്കൽ കൂടി നിർമ്മാണ ഉദ്ഘാടനം നടന്നുവെങ്കിലും ഫലമുണ്ടായില്ല. സ്ഥലമേറ്റെടുക്കലിനുള്ള ചെക്ക് കൈമാറൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നുവെങ്കിലും പിന്നീട് നടപടികൾ ഉണ്ടായില്ല. ചുവപ്പുനാടയുടെ കുരുക്കുകൾ ഒന്നൊന്നായി അഴിയുമ്പോൾ തീരദേശം പ്രതീക്ഷയോടെ അക്കരയ്ക്ക് നോക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാലപ്പിള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കൊരട്ടി പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് പുനരധിവാസ ഭവനങ്ങൾക്കായുള്ള കുഴൽക്കിണർ നിർമ്മാണത്തിന് ശ്രമമുണ്ടായത്. സ്ഥിരമായി കനത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഇവിടെ കുഴൽക്കിണർ കൂടി വന്നാൽ അവസ്ഥ ഗുരുതരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 20ഓളം വീട്ടുകാർ പ്രതിഷേധിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പട്ടയമില്ലാത്ത 80 സെന്റ് ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്താണ് 20 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പ്രളയത്തിൽ തകർന്ന കുടുംബങ്ങൾക്കുള്ള വീടുകളാണിത്. എന്നാൽ സാധാരണ കിണറുകളായിരിക്കും ഇവിടെ സ്ഥാപിക്കുകയെന്ന് റവന്യൂ വകുപ്പ് പരിസരവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നു. അപ്രതീക്ഷിതമായി കുഴൽക്കിണർ കുഴിക്കാൻ ശ്രമമുണ്ടായപ്പോഴാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP ബാബുവും പോലീസ് അധികാരികളും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. കുഴൽക്കിണർ നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വീട് വയ്ക്കുന്നതിനോ സാധാരണ കിണറുകൾ നിർമ്മിക്കുന്നതിനോ തങ്ങൾ എതിരല്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. ദേശീയപാത 66 മതിലകം പള്ളിവളവിൽ നിയന്ത്രക്കായ കയറ്റിവന്ന ലോറി മിനി ലോറിയിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. മിനി ലോറി ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. മുൻവശം തകർന്ന മിനി ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. തിരുനെൽവേലിയിൽ നിന്ന് കായയുമായി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് എതിർദിശയിൽ വന്ന ലോറിയിലിടിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മതിലകം പോലീസ്, ആക്സ്, പുന്നക്ക ബസാർ, കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് അന്തിയുറങ്ങാൻ വീടൊരുക്കി സന്ത് നിരങ്കാരി മിഷൻ വേറിട്ട മാതൃകയാകുന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട അന്നമനട പഞ്ചായത്തിലെ ആര്യംപറമ്പ്, മാമ്പ്രക്കടവ് പ്രദേശങ്ങളിലായി 6 വീടുകളാണ് മിഷൻ നിർമ്മിച്ചു നൽകിയത്. പ്രളയശേഷം സർവേ നടത്തി അർഹരായവരെ തിരഞ്ഞെടുത്താണ് വീട് നിർമ്മിച്ചു നൽകിയത്. സർക്കാരിൽ നിന്ന് വേഗത്തിൽ വീട് ലഭ്യമാകാത്ത കുടുംബങ്ങളെയാണ് സന്ത് നിരങ്കാരി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കണ്ടെത്തിയത്.
വീട് ലഭിച്ചവരെല്ലാം പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവരാണ്. ഇവരുടെ വീടുകളെല്ലാം പ്രളയത്തിൽ മുങ്ങി പൂർണ്ണമായി താമസയോഗ്യമല്ലാതായിരുന്നു. മിഷൻ സന്നദ്ധ പ്രവർത്തകർ നേരിട്ടാണ് നിർമ്മാണം നടത്തിയത്. ശരാശരി 550 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചത്. 8 ലക്ഷത്തോളം രൂപയാണ് ഓരോ വീടിനും ചെലവായിട്ടുള്ളതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകിയ കൺവീനർ സുഭാഷ് പറഞ്ഞു. 2 ഭാഗങ്ങളിലായിട്ട് 5 പുതുതായി നിർമ്മിച്ച വീടും ഒരു വീട്ടിൻ്റെ ഏകദേശം 50% കേടുപാടുകൾ മാറ്റിക്കൊണ്ട് അതിനും വാസയോഗ്യമാക്കത്തക്ക വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. മിഷന്റെ പ്രവർത്തന രീതികൾ ആകൃഷ്ടരായി നിരവധി പേരാണ് ഇതോടൊപ്പം ചേർന്നിട്ടുള്ളത്. 1929 ബാബ ബൂട്ടാ സിംഗ് നിരങ്കാരി മിഷൻ തുടങ്ങുന്നത്. ഇപ്പോൾ 123 രാജ്യങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. ശസ്ത്രക്രിയാ ക്യാമ്പുകൾ, ചികിത്സാ ക്യാമ്പുകൾ, സമൂഹ വിവാഹം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഫൗണ്ടേഷൻ ഈ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് സജീവമായിരുന്നു. തുടർന്നാണ് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ആശയം പ്രാവർത്തികമായത്. അന്നമനടയിൽ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ കൈമാറ്റം വി.ആർ. സുനിൽകുമാർ MLA നിർവഹിച്ചു. വാർഡംഗങ്ങളായ ശ്രീദേവി വിജു, ഗീതാ ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ്, DCC സെക്രട്ടറി A.A. അഷ്റഫ്, നിരങ്കാരി മിഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്ന EV മുസ്തഫ, മുൻ പോലീസ് സൂപ്രണ്ട് VG ബാബു, അഡ്വക്കേറ്റ് TC ശ്രീദേവി തുടങ്ങിയവരും പങ്കെടുത്തു. TCV മാള. അന്തിക്കാട് കല്ലിടവഴിയിൽ വിളക്കേത്ത് മധുവിന്റെ വീട് ആക്രമിച്ച കേസിൽ 17 വയസ്സുള്ള 2 പേരുൾപ്പെടെ 5 പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി തച്ചപ്പള്ളി വീട്ടിൽ അക്കു എന്ന് വിളിക്കുന്ന അഖിൽ, പോഴത്ത് വീട്ടിൽ ചക്കര എന്ന് വിളിക്കുന്ന സനീഷ്, പെരിങ്ങോട്ടുകര സ്വദേശി കോലാട്ട് വീട്ടിൽ അഭിൽ, പെരിങ്ങോട്ടുകര അന്തിക്കാട് സ്വദേശികളായ 17 വയസ്സുള്ള 2 പേർ എന്നിവർ ഉൾപ്പെടെ 5 പ്രതികളാണ് പിടിയിലായത്. അന്തിക്കാട് SHO മുഹമ്മദ് ഹനീഫ, SI സംഗീത് പുനത്തിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ KS ഷറഫുദ്ദീൻ, MA ഷിഹാബ്, KS റഷീദ് എന്നിവരാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. വിഷു തലേന്നാണ് കേസിനാസ്പദമായ സംഭവം. മധുവിന്റെ മകൻ അരുൺ കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പ്രതികൾ അശ്രദ്ധമായി ബൈക്കോടിച്ച് കാറിൽ ഇടിക്കാൻ ചെന്നതിനെ ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് വീട് കയറി ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ ആക്രമണം നടക്കുന്നതിനിടയിൽ മധുവിന്റെ ഭാര്യ ഐശ്വര്യയ്ക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് ആക്രമണം നടത്തിയവർ ഒളിവിൽ പോയി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗോതുരുത്ത് ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ച ആദ്യ പാലം തകർന്നു വീണു. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നടപ്പാലങ്ങളിൽ ഒന്നായ പഴയ കോൺക്രീറ്റ് പാലമാണ് തകർന്നത്. 70 വർഷം പഴക്കമുള്ള പാലം ഒരു കാലത്ത് ഗോതുരുത്ത് നിവാസികളുടെ ഏക യാത്രാമാർഗമായിരുന്നു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും നാട്ടുകാരനുമായിരുന്ന അഡ്വക്കേറ്റ് KT അച്യുതൻ മുൻകൈയെടുത്താണ് ഗോതുരുത്തിനു വേണ്ടി നടപ്പാലം പണിതത്. 20 വർഷം മുൻപ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പാലം അറ്റകുറ്റപ്പണി നടത്തി ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന വിധത്തിലാക്കിയിരുന്നു. ജീർണാവസ്ഥയിലായ പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ നിരന്തര സമരത്തിനൊടുവിൽ 4 വർഷം മുൻപ് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നു. 250-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഗോതുരത്തിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് പഴയ പാലം വഴിയാണ്. പാലം തകർന്നതിനെ തുടർന്ന് ഇവിടേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. ജലവിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CN സതീഷ് കുമാർ പറഞ്ഞു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന് സമാപനമായി. കുട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച ജില്ലയിലെ 13 കേന്ദ്രങ്ങളിലായി നടക്കും. ജില്ലയിലുള്ളത് 2283 പോളിംഗ് ബൂത്തുകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.